എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുളത്ത്. ചെറിയ മക്കളുള്ളവർക്ക് എന്നും അങ്കലാപ്പ് തന്നെയാണ്. അവർക്കൊന്ന് വയ്യായ എങ്കിൽ, ഒന്ന് ക്ഷീണം വന്നെങ്കിൽ, തലവേദന ഇത്യാദികളുണ്ടായെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ പോയി പഠിക്കാൻ പറ്റുന്നില്ല, പഠിച്ചത് ഓർമ്മ കിട്ടുന്നില്ല, അങ്ങനെയുള്ള നൂറുകൂട്ടം പ്രശ്നങ്ങൾ അവരെ സംബന്ധിച്ചുണ്ടാകും. അപ്പം വീട്ടിലത്തെ ചില കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ വരുമ്പോൾ, ഇപ്പം അച്ഛനാണോ അമ്മയാണോ അച്ഛനാണോ ജോലിക്ക് പോകുന്നത് വെച്ചാൽ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളതായ ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഉറക്കില്ലായ്മ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഏറെ കഷ്ടങ്ങളുണ്ടാകുക. അപ്പോൾ അമ്മമാർക്ക് തന്നെ കൂടുതൽ കഷ്ടം, അല്ല ഒരു വിഷമം, ഒരു സമാധാനം ഇല്ലാത്തൊരു അന്തരീക്ഷം വരുമ്പോൾ ഏതെങ്കിലും ജോലിസിനൊക്കെ വന്ന് കാണുക, അല്ലെങ്കിൽ എന്താ കാര്യങ്ങൾ അറിയുക, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, പ്രവർത്തിക്കാമെന്ന് ഉദ്ദേശിച്ചത് വല്ല പുഷ്പാഞ്ജലി അർച്ചന ഇത്യാദികൾ ചെയ്യാം. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ തിരുമേനിമാർ ഒക്കെ ഉണ്ടെങ്കിൽ, ശാന്തിക്കാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവരോട് സങ്കടം പറയാം. ദേവിയോട് പറയുന്ന പോലെ തന്നെ ഇങ്ങനെയൊക്കെയാണ് വിഷമങ്ങൾ, എന്താണെന്നറിയില്ല ഏതാണെന്നറിയില്ല എന്ന് പറയുമ്പോൾ അവർ നോക്കി പറയാനറിയുന്ന ആളുകളാണെങ്കിൽ നക്ഷത്രം നോക്കിയിട്ട് അന്നത്തെ ദിനഫലം അനുസരിച്ച് എന്താണ്, എവിടെയാണ് രാശി, എവിടെ ചന്ദ്രൻ നിൽക്കുന്നത്, എവിടെ ഗുളിക നിൽക്കുന്നത്, സമയത്തിനനുസരിച്ചുള്ള എന്താണ് അവരുടെ പ്രശ്നങ്ങളെന്ന് ഏകദേശം ഒരു സൈഡ് പറ്റി പറയാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾക്കിപ്പോൾ സമയം ശരിയല്ല എന്നോ, അല്ലെങ്കിൽ ഈശ്വരാനുകൂല്യം ഏഴരശനിയാണ്, കണ്ടകശനിയാണ്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണമാണ് കൂടുതൽ വിഷമങ്ങൾ ഉള്ളത്. അതേപോലെ തന്നെ ധർമ്മദൈവാദികളൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ ദുരിതങ്ങളുണ്ട്. പിന്നെ മകനെ സമയപ്പാനുകൂലമല്ല, അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട, അതിന് ചെറിയ എന്തെങ്കിലും വഴിപാട് ചെയ്യുക. പിന്നെ വീട്ടമ്പലത്തിൽ പോയിട്ട് എന്താ വഴിപാട് എങ്ങനെ ചെയ്തോളൂ എന്ന് പറയും, മിക്കവാറും അങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ കുടുംബദൈവത്തിന് കൃത്യമായിട്ടുള്ള ആചരണങ്ങളൊന്നും ഇല്ലാത്ത വീടുകളുണ്ടായിരിക്കും. അവരെ കൃത്യമായിട്ട് ആചരിക്കില്ല, വിളക്ക് വെക്കില്ല. കാരണം ഇതൊക്കെ അവിടെ ഉണ്ട് വെച്ചാൽ ശരി, അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ പൂജാമുറി ഉണ്ടെങ്കിൽ ആ പൂജാമുറിയിൽ ദീപം തെളിച്ചിട്ട് 1-2 മിനിറ്റ് നേരമൊക്കെ ഇരുന്ന് അങ്ങനെ ഉണ്ടാവുള്ളൂ. ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഇരിക്കും, അല്ലെങ്കിൽ അത് കത്തിച്ച് വെച്ച് പൂജാമുറി അടച്ചു വെച്ച് പോരും. അപ്പോഴും ചിലപ്പോൾ പുറത്ത് ഇരിക്കുന്നതായ ദൈവങ്ങൾക്ക്, ആ ദൈവങ്ങൾക്ക് അവർക്ക് വിളക്ക് വെക്കാനായിട്ട് ചിലവർ എല്ലാവരും കാര്യമില്ല കേട്ടാ, മിക്കവാറും ആളുകൾ അങ്ങനെയാ. ഉള്ളിൽ ഒരു പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ നിന്നും വിളക്ക് വെക്കും, ഇവർക്ക് വിളക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് എന്താ വെച്ചാൽ, ലോകത്തുള്ള ഏതൊരു ദൈവത്തെക്കാളും ഏറ്റവും ശക്തിയുള്ളതാണ് നമ്മുടെ ദൈവം. ഏറ്റവും ശക്തിയുള്ളതാണ്, ഏറ്റവും അനുഗ്രഹം തരാൻ പറ്റിയിട്ടുള്ള ദൈവമാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത്. ആ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാനുള്ള കഴിവുണ്ട്, നമുക്ക് ഐശ്വര്യങ്ങൾ തരാനുള്ള കഴിവുണ്ട്, രോഗങ്ങൾ വരുന്ന തടയാനുള്ള, അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടില്ലാതിരിക്കാനായിട്ടുള്ള, അത് അങ്ങനെ തടയാനുള്ളൊരു ശക്തി ആ ദൈവത്തിനുണ്ട്. ആ ദൈവത്തിന് നമ്മൾ ഇങ്ങനെ വെച്ച പോരാ, ആ ദൈവത്തിനെ ഇങ്ങനെ വെച്ചാൽ പോരാ, ഇങ്ങനെ ആചരിച്ചാൽ പോരാ. നമ്മുടെ ദേശത്തൊരു അമ്പലം, അല്ലെങ്കിൽ നല്ലൊരു ആളും കൂട്ടരൊക്കെ ഉള്ളതായ വീട്ടമ്പലങ്ങൾ, അവിടെയൊക്കെ ദേശത്തെ അമ്പലം പോലെ തന്നെ രണ്ട് നേരം പൂജകളുള്ളവരുണ്ടാവും. അല്ലെങ്കിൽ ചിലരൊക്കെ 2 നേരം വിളക്ക് വെപ്പേ ഉണ്ടാവുള്ളൂ. ഇപ്പം ദേശത്തെ ക്ഷേത്രം അങ്ങനെ, അവിടെ രാവിലെ തൊട്ട് രാവിലെ 4 മണിക്കൊക്കെ വന്നിട്ട് ക്ഷേത്രം തുറന്ന് അതിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുക. ചിലവർ ഗണപതി ഹോമം തൊട്ട് അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ശാന്തിക്കാരനെ അവിടെ കഴുകലും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. കർമ്മങ്ങൾ വേറെ, ഗണപതി ഹോമോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമോ ഭഗവത് സേവ എന്താ ചെയ്യണവരോ അതങ്ങനെ ചെയ്തോളും ചിലപ്പോൾ. അപ്പം ഇത് ഇങ്ങനെ ചെയ്യുക, അവിടെ കഴുകുക, പൂവിടുക, അല്ലെങ്കിൽ നേദിക്കുക. അപ്പോഴേക്കും പായസം നിവേദ്യം ഉണ്ടാക്കുന്നവരുണ്ടാവും, പായസം വെക്കുന്നവർ, അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാവും. അപ്പം അവരെ സംബന്ധിച്ച് ടെൻഷനില്ല. അപ്പം പറഞ്ഞു വന്നത്, ഇതൊക്കെ ആ ദൈവത്തിന് അവർ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയാസമയങ്ങളിൽ തെറ്റാതെ അവർക്ക് വിളക്ക് വയ്ക്കുകയാണ്, ആചരിക്കുന്നു, നിവേദ്യങ്ങൾ വെക്കുന്നു. ഇപ്പം രാവിലെ പൂജ, ഉഷപൂജ, അതേപോലെ ഉച്ചപൂജ, അത്താഴ പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് നിവേദ്യങ്ങളൊക്കെ വെച്ചിട്ട് പൂജ ചെയ്യുന്നവരുണ്ട്, വിശേഷാൽ പൂജകൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ ദേവിയുടെ ശക്തി വർദ്ധിച്ചു വരികയാണ്. അതിനനുസരിച്ച് ആളുകൾ, ഇപ്പോൾ ഭക്തജനങ്ങൾ തൊഴാനായിട്ട് വരുന്ന സമയത്ത് ദേവിയുടെ നടടച്ചിട്ടിട്ടോ അതിൽ തുറന്നിട്ട് പൂജകൾ ചെയ്യുന്നു. അങ്ങനെ ആ ക്ഷേത്രത്തിന് തന്നെ ഐശ്വര്യങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും. വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ സങ്കടങ്ങൾ കേൾക്കാനുള്ളൊരു പ്രാപ്തിയായിരിക്കും അവിടുത്തെ ദേവി. കാരണം അവിടെ അങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദേവിക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാവുന്ന, ശക്തി ചൈതന്യം വർദ്ധിക്കാനുള്ള കർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഓരോരുത്തരും വിഷമങ്ങൾ ചെന്നിട്ട് പറയുമ്പോൾ അതിന് സമാധാനം ഉണ്ടാവും. ഈ അവസ്ഥ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളത്. ഈ ദൈവങ്ങൾ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളത്. കാളിയായിരിക്കാം, ഈ കാളിനായിരിക്കും അവിടെ ഇരിക്കുന്നത്, തട്ടകത്തിരിക്കുന്നത്. അതവിടെ ഉത്തമത്തിലാവും കർമ്മം ചെയ്യുണ്ടാവുക, ഇവിടെ ഉത്തമത്തിലോ മധ്യമത്തിലോ എന്തോ. പക്ഷെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ കഥ പറയും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ 2 കാളിയുണ്ട്, കരിങ്കുട്ടിയുണ്ട്, ചാത്തണ്ട് എന്നൊക്കെ പറയലുള്ളൂ. അവർക്ക് തുള്ളി വെള്ളം അവിടെ കൊടുക്കില്ല, വെളുക്ക് വെക്കില്ല, കർമ്മങ്ങൾ ചെയ്യില്ല. അതവിടെ അങ്ങനെ പുല്ലും ചെടിയൊക്കെ വളർന്ന് അങ്ങനെ കാട് പിടിച്ച് കിടക്കും. അപ്പൊ ദൈവങ്ങള് ആ ശക്തിമെന്ന് ആ ശിലയമെന്ന് വരെ വിട്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാകുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ദുരിതങ്ങൾ ഉണ്ടാകും. ഇപ്പൊ മക്കൾക്ക് രോഗങ്ങൾ വരുന്നത് ഇതുകൊണ്ട് മാത്രമല്ല കേട്ടാ. ഇപ്പൊ മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരിക്കും, വേറെ വയറ്റിലത്തെ ഏറെ ഏതെങ്കിലും അസുഖങ്ങളെ കൊണ്ടുള്ളതായ ആയുർവേദന വരാം, തലവേദന, പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ വരാം. അപ്പൊ നമുക്ക് അടിസ്ഥാനമായിട്ട് ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. ചിലപ്പോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞൊരു പരിധി വരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ധർമ്മദൈവങ്ങളുടേതായ വിഷമങ്ങളെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് കാരണം ആ ധർമ്മദൈവാദികൾ തന്നെ ഗുരുമുത്തച്ഛന്മാരായിട്ട് തലമുറകൾക്ക് മുന്നേ സേവിച്ചു ഉപാസിച്ചു കൊണ്ടുവന്ന ക്ഷേത്രമൊക്കെ വെച്ചു തലമുറകൾ കഴിയുന്തോറും കൈമാറി വന്നിരുന്നത് ഒരു ഇടവസരത്തിൽ വെച്ചിട്ട് അവരെ തിരിഞ്ഞു നോക്കാത്തൊരു സംഭവം വരുമ്പോൾ അവർക്ക് കൂടുതൽ കഷ്ടങ്ങളായിട്ട് വരിക. ആ കഷ്ടങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഇരട്ടി കഷ്ടങ്ങൾ നമ്മളെ അനുഭവിക്കുക, വീട്ടുകാരെ അനുഭവിക്കുക. അപ്പം അതിനെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക, ആചരിക്കുക, വിളക്ക് വയ്ക്കുക, നിവേദ്യങ്ങൾ വയ്ക്കുക, മാസത്തിലൊരിക്കലും വല്ല പായസം എന്തെങ്കിലുമൊക്കെ വെച്ച് നിവേദിക്കുക. അല്ല മധ്യമകർമ്മം ചെയ്യുന്ന മൂർത്തികളാണെന്ന് വെച്ചാൽ അവർ കൃത്യമായിട്ട് ഒന്നും സംശയിക്കേണ്ട കർമ്മങ്ങൾ അങ്ങനെ ചെയ്യുക. അവർക്ക് കളം കെട്ടാൻ അറിയിച്ച് കളം കെട്ടുക, അല്ലെങ്കിൽ ഒരു നാക്കിലയിൽ അരി നെല്ല് തവിട് ഇതൊക്കെ വെച്ചിട്ട് അവർക്ക് അവരാരൊക്കെയാണ് ഉള്ളതെന്ന് അപ്പോൾ അവരുടെ പേരൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള സംഗതികളൊക്കെ വെച്ച് കോരി കൂട്ടുക, പൂജിക്കുക. കള്ള്, ഗുരുതി, വേണ്ടി ഇത്യാദികളൊക്കെ വെച്ചിട്ട് പൂജിക്കുക. ഗുരുതി എന്തായാലും വേണം. പിന്നെ മാസത്തിലൊരിക്കലോ 6 മാസം കൂടുമ്പോഴോ 5 വർഷത്തിലോ എന്താ വെച്ചെങ്കിൽ അവിടെ ഒരു കോഴീനറുത്ത് കർമ്മം ചെയ്യുക, പ്രീതിപ്പെടുത്തുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേ ദുരിതങ്ങൾ മാറും. അപ്പം ഈ അങ്കലാപ്പുള്ളവർക്ക് എന്നും അങ്കലാപ്പ് തന്നെ. അപ്പം കൂടുതൽ ചെറിയ മക്കൾക്ക് ഒരു വിഷമം വരുമ്പോൾ അവർക്ക് എന്നും പ്രശ്നമാണ് ഉണ്ടാകുക. അപ്പം അത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരാം. കാരണം ധർമ്മദൈവങ്ങളതിനെ ധർമ്മദൈവങ്ങളെ ഉപേക്ഷിച്ച പോലെയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ട് കളയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഏതെങ്കിലും ഒന്ന് മുടക്കായിട്ടിരിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ളതായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ധർമ്മദൈവാദികളെ ശ്രദ്ധിക്കുക, ഒപ്പം മക്കളുടെ പഠിപ്പിന് വേണ്ടി ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് അതങ്ങനെ വരണത്? ചിലപ്പോൾ അവരിൽ കൂടിയാവും ചിലപ്പോൾ നമുക്ക് ഈ ധർമ്മദൈവങ്ങളെ കൃത്യമാക്കണമെന്ന് കാണിച്ചിട്ടുണ്ടാവുക, തോന്നിയിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനെയുള്ളതായ കുടുംബക്കാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക, നീക്കുക. യാതൊരു ആപത്തുകളോ ദുരിതങ്ങളോ ഇല്ലാതെ ഓരോരുത്തരുടെ കുടുംബ 4-ാം ഇടത്ത് ഗുരുമുത്തച്ഛന്മാരും കാലം ചെയ്തിട്ടുള്ള കോമരവട്ടക്കാരും മന്ത്രമൂർത്തികളും കൂടെ നിന്ന് വേണ്ടുന്നതായ രക്ഷകൾ ഉണ്ടാക്കി തരണേ എന്നവരുടെ ദൈവത്തറയല് നിത്യം വിളക്ക് വയ്ക്കുക. മുതിർന്നവരുണ്ടെങ്കിൽ വിളക്ക് വയ്ക്കുക 2 നേരം. ഇനി മുതിർന്നവരില്ല വെച്ചെങ്കിൽ പഠിക്കുന്ന മക്കളായാലും അവരെ കൊണ്ട് അതൊരു ശീലമാക്കിക്കുക. അത് കൂടുതൽ അനർത്ഥം ഉണ്ടാവാനല്ല, ആ തലമുറയിലത്തെ ആ ദൈവിക കാഴ്ചപ്പാടിൻ്റെ നിലനിർത്തി പോരണം വെച്ചെങ്കിൽ അങ്ങനെ വേണം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മുടെ പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്നതാണ്. ഇതിനെ നമ്മൾ മക്കളായിട്ടും അച്ഛനായിട്ടും അല്ലെങ്കിൽ അമ്മയായിട്ടൊക്കെ ഇതിനെ ആചരിച്ചു വന്നു. ഈ മക്കളായിട്ടും ഇതിനെ നിലനിർത്തി പോരണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, വിളക്ക് വയ്ക്കുക, അവർക്കുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ ആ കുടുംബം 4-ാം ഇടം തെളിയുക. കാരണം എല്ലാവരും ഒരു നിശ്ചിത ടൈമിൽ എഴുന്നേൽക്കുന്നു, അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അടിക്കുന്നു, തുടയ്ക്കുന്നു. അമ്മ ആ അടുക്കളയിലുണ്ടെങ്കിൽ ഭക്ഷണം കാലാക്കി വേഗം ഇങ്ങോട്ട് വരാനായിട്ടുള്ള സന്ധ്യയ്ക്ക് ഇങ്ങോട്ട് എല്ലാവരും വന്നിട്ട് ഒത്തുകൂടി ഒന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഒരുമ ഉണ്ടായിരിക്കും, സന്തോഷം ഉണ്ടായിരിക്കും, ചേർച്ച ഉണ്ടായിരിക്കും. ഇതൊരാളിങ്ങോട്ട് വന്ന് ഒരാൾ ടി വി കാണാൻ ചെന്നിരുന്നു, ഒരാൾ അപ്പുറത്ത് ചെന്നിരുന്നു, വിളിച്ചാലും വരില്ലൊന്നുമില്ല വെച്ചാൽ അവിടെ ദേഷ്യം ഉണ്ടാകുക. അവിടെയും സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഏതെങ്കിലും ഒരാൾ മുഖം വീർപ്പിച്ച് അന്നത്തെ സന്തോഷം പോയി. അവൻ നിത്യം ഇങ്ങനെ ആകുമ്പോഴോ അപ്പം എല്ലാവരും ചേർന്ന ദൈവത്തിനെ ആചരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. ആ കുടുംബത്തേക്കും പഠിക്കുന്ന മക്കൾക്കും അതിൻ്റെ നല്ലൊരു സമാധാനം, സന്തോഷം ഉണ്ടാവും. പഠിക്കാനും അവർക്കൊരു മിടുക്കുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർ അച്ഛനമ്മയും അടുക്കായി ആലോചിച്ചിരിക്കുക, ഇനി എന്താണ് ഉണ്ടാവുക, എന്താണ് ആവുന്നത്. നമുക്ക് എപ്പോഴും സന്തോഷമാണ് ആവശ്യം. ആ സന്തോഷം നിലനിർത്താനായിട്ട് ധർമ്മദൈവങ്ങൾ കൃത്യമായിട്ട് ആചരിക്കുക.